വിദ്വേഷ പ്രചാരകനായിട്ടുള്ള വിഷവർത്താനം പറഞ്ഞ ടി.ജി. മോഹൻദാസിന്റെ കാര്യത്തിൽ അർജുൻ അയങ്കിയാണോ ഇയാളാണോ രണ്ട് തട്ടിൽ വെച്ച് നോക്കിയാൽ അയാൾക്കാണ് ഭാരം കൂടുതൽ. കാരണം അയാൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ പെൺമക്കളെ റേപ്പ് ലവേഴ്സ് എന്ന് വിളിച്ചിട്ടുള്ള ഏറ്റവും ഹീന വ്യക്തിത്വമാണ്. അയാളെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടില്ല. അയാൾക്കെതിരെയുള്ള കേസ് എടുക്കാനുള്ള സന്ദർഭത്തിൽ എവിഡന്റ് ആയിട്ടുള്ള സംഗതി വീഡിയോ അവിടെ നിൽക്കുമ്പോൾ സ്പോട്ടിൽ സുവമോട്ടോ കേസ് എടുക്കണം. എടുക്കാതെ ഒരു പരാതിക്ക് കാത്തിരുന്ന് ആ പരാതിന്മേൽ പരിശോധന നടത്തി അവസാനം ഒരു കേസ് എടുത്ത് അത് വിട്ടു. ഇനി അയാൾക്കെതിരെ ഒന്നുമില്ല. ആ വീഡിയോ നിങ്ങൾ നോക്കണം, കേരളത്തിൽ പല വീഡിയോയും പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചിട്ട് വലിപ്പിക്കുന്നു. പോലീസ്, അതായത് മെറ്റ എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും എല്ലാം മദർ കമ്പനി, അവർക്ക് കത്തയച്ച് പോലീസിന് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും? കണ്ടന്റ് വലിപ്പിക്കാൻ പറ്റും. ഇപ്പോഴും ഈ പറയുന്ന കണ്ടന്റ് അവിടെ കിടക്കാണ്. എന്ന് മാത്രമല്ല, ഈ മാന്യൻ നാടാകെ മറ്റേ വീഡിയോ പ്ലാറ്റ്ഫോമുകളിൽ പോയിരുന്നതിനെ ന്യായീകരിക്കുകയും ചെയ്യണം. കേരള പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാജ്യസ്നേഹം കൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹം ഇവിടുത്തെ സ്ത്രീകളെ അപമാനിക്കല്ലേ ചെയ്ത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രയോഗം നടത്തിയെന്നുള്ളൂ. അത് ഇവിടുത്തെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നത് പോയിട്ട് മറ്റനോട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോലും പറയാത്തത്. അല്ല വേറെ ഒന്നുമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞു, ആ CJP-ന്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടില്ല, മറ്റനോട് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്നുപോലും ബാക്കില്ല. ഇങ്ങനത്തെ കൊല്ലം പറ, അല്ലാണ്ട് ഇതിനൊന്നും പറ്റുന്നില്ല. ഇത് കാരണം രാജ്യസ്നേഹിയായിട്ടുള്ള ഇദ്ദേഹത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പ്രക്ഷോഭം ഉണ്ടാവും മൊത്തത്തിൽ. കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണമാണ് ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ കുറച്ചെണ്ണേ ഉള്ളൂ ഈ ലോകത്ത്, അല്ല ഈ നാട്ടിൽ, അല്ല ഈ ഇന്ത്യയിൽ. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ സംരക്ഷിക്കണം. അല്ലാന്നിട്ട് വംശനാശം വന്നിട്ട് ഇതായി പോകില്ലേ. പിന്നെ വംശനാശം ഒന്നും അങ്ങനെ വരുമൊന്നുമില്ല. ഇവർ വല്ലാണ്ട് വിഷം കുത്തി കയറ്റുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ജീവിച്ചു പോകും എങ്ങനെയാണെന്നുണ്ടെങ്കിലും.